ഇടുക്കി മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മുള്ളരിങ്ങാട് സ്വദേശിയായ അമർ ഇബ്രാഹിമാണ് മരിച്ചത്. മേയാൻ വിട്ട പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്, കേൾക്കാം. അമർ ഇബ്രാഹിം പാലിയത്ത് എന്ന് പറഞ്ഞ ഒരു 23 വയസ്സോളമുള്ള ഒരു പയ്യനെ, ഡിഗ്രി കഴിഞ്ഞൊരു പയ്യനാണ്. അത് സോളാറിൻ്റെ വർക്കുമായിട്ട് കോൺട്രാക്ട് കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ പാപ്പയും ഉമ്മയും സഹോദരനുമാണ് ഉള്ളത്. ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പയ്യനാണ്. വളരെയധികം ഫോറസ്റ്റോട് ചേർന്ന വീട്. ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിലൊരു ഏക ആശ്രയമായിരുന്നു ഈ പയ്യനെന്ന് പറഞ്ഞാൽ. കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു, ഏക ആശ്രയമായിരുന്നു ഈ പയ്യനെന്ന് പറയുന്നത്. വനത്തിൽ വെച്ചാന്നാണ് പറഞ്ഞത്. വെച്ചാൽ ഈ പയ്യൻ്റെ വീട് വനത്തോട് ചേർന്നാണ്. കാരണം പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങണേ വനത്തിലേക്കാണ്. വനത്തോട് ചേർന്നാണ്. അതിരൂക്ഷമായിട്ട് കാരണവശാലുള്ള എപ്പോഴും റോട്ടിലും ആൾക്കാരെ ജനവാസ മേഖലകളുടെയും കൃഷി സ്ഥലങ്ങളുടെയും ഫുൾ ടൈം ആനകളുണ്ട്. നിരന്തരം ആനശല്യമാണ്. ജെയിൻ എസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ചെറുപ്പക്കാരനാണ്. ഇപ്പം ഈ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ കാട്ടാനയുടെ ശല്യമുള്ളതാണ്. ഇപ്പം വീടിനോട് ചേർന്ന് വനമാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സംസാരിച്ച പഞ്ചായത്ത് അംഗം. തീർച്ചയായിട്ടും അവിടെ വന്യജീവി, പ്രത്യേകിച്ച് കാട്ടാന ശല്യമുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ആ മേഖല കേന്ദ്രീകരിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് ആ മേഖലയിൽ കാട്ടാനകളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യമൊക്കെ നടത്തിയതാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതിപ്പോൾ വനമേഖലയാണ്, പക്ഷേ ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ മേഖലയുള്ളത്. തേക്ക് പ്ലാന്റേഷനാണ്, അതായത് തേക്ക് നട്ടുവളർത്തിയ വനമേഖലയിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 3 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ എന്തായാലും ആ പ്രദേശത്ത് ഈ ചേട്ടനാണ് ആദ്യമായി ഇവിടെ ഈ ചേട്ടനാണ് കൊണ്ടുവന്നത്. ചേട്ടൻ കണ്ടിരുന്നോ ഈ ആക്രമണം? കണ്ടില്ല, ഇല്ല. ചേട്ടനെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ വണ്ടി കൊണ്ട് ചെല്ലും. അതെ, വണ്ടി ചെല്ലുന്ന അത്രയും ഭാഗം ചെന്നിട്ട് ഞങ്ങൾ 4-5 പേര് കൂടി എടുത്തുകൊണ്ട് വന്ന് വണ്ടിയെ കയറ്റി. ഈ ചെല്ലുമ്പം ആളുകളൊക്കെ കൂടിയിരുന്നു. അറിഞ്ഞു കേട്ട കുറച്ച് പേര് കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് എല്ലാം ഇച്ചിരി താമസിച്ചു. വണ്ടി ചെല്ലണ സ്ഥലമല്ല. ഈ പ്രദേശത്ത് സ്ഥിരം പ്രശ്നമുള്ള മേഖലയാണോ? സ്ഥിരം ആനയുണ്ട്. ആന ഒരു 2-3 വർഷമായിട്ട് അവിടെ ശല്യമുള്ള ഏരിയയാണ്. അതാണ് പറയുന്നത്. ആ പ്രദേശത്ത് ആളുകളെ സംബന്ധിച്ച് അവിടെ തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. ഇതിനു മുമ്പും കാട്ടാന ശല്യം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളാണ് പെട്ടെന്ന് ഈ അമറിനെ കാണുന്നത്. അതിനുശേഷം അവർ ഈ ശരീരവുമായിട്ട് ഉടനെ തന്നെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലാണുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുള്ളരിങ്ങാട് മേഖലയിൽ നിരന്തരം ഈ പ്രശ്നമുള്ള ഒരു മേഖലയാണ്. അവിടെ തുടർച്ചയായി ഇത്തരം കാട്ടാന ശല്യങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഊന്നുകല്ല് നേരിമംഗലത്തിന് സമീപം പന തള്ളി മറിച്ചിട്ട് ആ അപകടത്തിൽപ്പെട്ടൊരു വിദ്യാർത്ഥിനി മരിച്ചിരുന്നു. അങ്ങനെ തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അത് എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ അമർ പശുവിനെ അഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂപ്പിലേക്ക് ചെന്നത്. ആ സമയത്ത് അവിടെ കൂപ്പിൽ കാട്ടാന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ആനയുടെ മുന്നിൽ പെടുകയും ആനയുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുകയുമായിരുന്നു. ഇയാളുടെ ഒപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ആ യുവാവ് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരള